സ്നേഹം തുടക്കം മുതൽക്ക് ഒടുക്കം വരെ നിൽക്കുന്ന ആ ഒരു വിശ്വാസമാണ്. സ്നേഹം നാം എത്രത്തോളം നൽകുന്നു ആ സ്നേഹം നമുക്കത് ഇരട്ടിയായി തിരികെ ലഭിക്കും. എന്നാൽ ആ സ്നേഹം നമുക്ക് തിരികെ ലഭിക്കണമെന്ന് കരുതിക്കൊണ്ട് നാം ആഗ്രഹിച്ച് മറ്റൊരാളെ സ്നേഹിച്ചാൽ ജീവിതത്തിൽ നമുക്ക് ആ സ്നേഹം ഒരിക്കലും അല്പം പോലും ലഭിക്കുകയില്ല. ആ സ്നേഹത്തിനൊരു മൂല്യമുണ്ടാകണം, സത്യം ഉണ്ടാകണം. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണതായിരിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന സ്നേഹത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിലും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഓർമ്മകൾ സമ്മാനിക്കുന്ന സ്നേഹമായി നിങ്ങളുടെ കൂടെ അത് എന്നും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം, ഹൃദയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്നേഹമായിരിക്കണം. ആ സ്നേഹത്തിന് മാത്രമേ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലും മറ്റു വ്യക്തികളുടെ ഹൃദയത്തിലും ഒരു സ്ഥാനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ സ്നേഹം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. സ്നേഹം പരാജയപ്പെടുന്ന സ്ഥലത്ത് നമ്മുടെ വിജയത്തിൻ്റെ തുടക്കമാണ്. നാം ആരെങ്കിലും മനസ്സിലാക്കിയോ ആരെങ്കിലും സ്നേഹിക്കുകയോ ചെയ്യുമ്പം ആ വ്യക്തി നമ്മളെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം നമ്മളുടെ മനസ്സിൽ നിന്നുള്ളതാണ്. നമുക്ക് തോന്നി, നമ്മുടെ മനസ്സ് പറഞ്ഞ് നമ്മളങ്ങനെ സ്നേഹിച്ച ഒരാളെ നമുക്കൊരിക്കലും മാറ്റി നിർത്താനോ ആളെ കുറ്റം പറയാനോ ഒന്നും നമുക്ക് തോന്നത്തില്ല. കാരണം നമ്മുടെ മനസ്സിന് തോന്നി, നമ്മുടെ ഹൃദയം മനസ്സിലാക്കി നാം അങ്ങനെ സ്നേഹിച്ച ഒരു വ്യക്തിയെ നമുക്ക് ആ വ്യക്തിക്ക് എത്ര തെറ്റുണ്ടല്ലോ, ആൾ എത്ര മോശമാണെന്ന് മറ്റൊരു ആൾ പറഞ്ഞാലോ ഒന്നും നമ്മുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകത്തില്ല. നമ്മുടെ സ്നേഹം നമ്മുടെ മനസ്സിൽ നിന്നുള്ളതാണെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടമാകത്തുമില്ല. ജീവിതത്തിൽ നമുക്ക് ഓരോ വ്യക്തികളോടും ഓരോ വസ്തുവിനോടും ഓരോ ജീവജാലങ്ങളോടും ഓരോ ചെടികളോടോ ഓരോ പുഷ്പങ്ങളോടോ അങ്ങനെ എന്തിനോടാണേലും നമുക്ക് ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നും. ആ സ്നേഹം നമ്മുടെ മനസ്സിൽ നിന്ന് തോന്നുകയാണെങ്കിൽ ആ സ്നേഹം ഒരിക്കലും നഷ്ടമാകത്തില്ല. ആ സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആളെ വിശ്വസിക്കുക. ആളുടെ കൂടെ എത്ര വർഷവും എത്ര ദിവസവും ആകട്ടെ നാം പരിചയപ്പെട്ടതെങ്കിലും നമ്മുടെ സ്നേഹം നമ്മുടെ മനസ്സിലാണ് നമ്മൾ സൂക്ഷിച്ചെങ്കിൽ അത് മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. നമുക്ക് സ്നേഹം തോന്നിയ ഒരാളോട് ഒരിക്കലും വൈരാഗ്യം തോന്നുകയോ അല്ലെങ്കിൽ ഒരു ശത്രുവായി മാറുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ മനസ്സിൽ ആ സ്നേഹത്തിന് എപ്പോഴും ഒരു സ്ഥാനവും ആ ഒരു ബഹുമാനവും മൂല്യവും ഒക്കെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. ആ സ്നേഹം ഒരിക്കലും ആർക്കും തകർക്കാനോ നശിപ്പിക്കാനോ ഒന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് നിങ്ങൾ അത് മാത്രം കേൾക്കുക. ഒരാളെ തിരിച്ചറിയേണ്ടത് നാം നമ്മുടെ സ്വന്തം മനസ്സിൽ നിന്നാണ്, അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായത്തിൽ നിന്നാവരുത്. സ്നേഹത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്, ഒത്തിരി മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളും സ്ഥാനങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. പ്രണയമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഒരാളോടുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട് അതിന് ഒരു മൂല്യം കൊടുത്തുകൊണ്ടൊക്കെ ആയിരിക്കണം. നാം എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവരോട് നമ്മൾ ഇഷ്ടപ്പെടുന്നവരോടുമൊക്കെ നമുക്ക് എപ്പോഴും ഒരു പരിഗണനയും അതുപോലെ അവരോട് നാം കാണിക്കുന്ന ആ സ്നേഹത്തിനൊക്കെ ഒരു സത്യമൊക്കെ ഉണ്ടാവണം. ആ സ്നേഹത്തിന് സത്യവും ആ ഒരു മൂല്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം മറ്റു വ്യക്തികൾക്ക് കൊടുത്താൽ ആ സ്നേഹം അതിനേക്കാൾ ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. പക്ഷെ തിരികെ ലഭിക്കണമെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ആരെയും സ്നേഹിക്കാൻ നിൽക്കരുത്. കാരണം അങ്ങനെ തിരികെ ലഭിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചാൽ ആ ആൾ ഒരിക്കലും നിങ്ങളെ തിരികെ സ്നേഹിച്ചെന്ന് ഒരിക്കലും വരത്തില്ല. നാം കൊടുക്കുന്ന സ്നേഹം എത്രത്തോളം കൊടുത്താലും നമുക്കത് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നഷ്ടമാകത്തില്ല. നമുക്ക് അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എത്രത്തോളം ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ, ഒരാളെ നമ്മളുടെ മനസ്സിൽ എത്രത്തോളം സ്ഥാനമുണ്ടോ ആ സ്ഥാനങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നാണ് വർദ്ധിക്കുന്നത്. അതിനൊരിക്കലും ഒരു പരിധിയില്ല, ഒരിക്കലും അത് തീർന്നു പോകത്തുമില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം വരെയോ അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതിരുന്നാൽ പോലും നമ്മുടെ ആത്മാവിൽ നിന്ന് പോലും അത്രയ്ക്ക് ഒരാളോട് നമുക്ക് സ്നേഹമാണെങ്കിൽ അത് ഒരിക്കലും അത് തീരാതെ നമ്മളുടെ മനസ്സിൽ നിന്ന് എപ്പോഴും അത് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ആ സ്നേഹത്തിനൊരു അർത്ഥമുണ്ട്, ഒരു സ്ഥാനമുണ്ട്. യഥാർത്ഥത്തിൽ അതിന് ആർക്കും അളക്കാൻ കഴിയാത്ത, ആർക്കും മനസ്സിൽ നിന്ന് ഒരിക്കലും കൂട്ടിയെടുക്കാൻ പറ്റാത്ത അത്രയും ഒരു മൂല്യവും ഉണ്ട്. ആ മൂല്യവും ആ
സ്ഥാനവും ആ ഒരു മഹത്വമൊക്കെ എല്ലാവരുടെയും മനസ്സിൽ തോന്നുകയും ചെയ്യാറുണ്ട്. സ്നേഹത്തിൻ്റെ യഥാർത്ഥ മൂല്യവും അർത്ഥവും മനസ്സിലാക്കിയെടുക്കുമ്പോൾ നമുക്ക് മറ്റു വ്യക്തികളെ സ്നേഹിക്കാനും അവരുടെ മനസ്സിൽ നമ്മുടെ സ്നേഹം നിറച്ചുകൊണ്ട് അവരുടെ മനസ്സിലൊരു ഓർമ്മയായിട്ട് നമുക്ക് തുടർന്ന് ആ സ്നേഹത്തിനൊരർത്ഥം കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്നേഹം എന്തെന്ന് തിരിച്ചറിയുക, ആ സ്നേഹം നാം മറ്റു വ്യക്തികൾക്ക് എങ്ങനെ നൽകുന്ന, ആ സ്നേഹത്തിന് വേണ്ടി നാം എങ്ങനെ ആ സ്നേഹം തിരിച്ച് കിട്ടാൻ വേണ്ടി ഒരിക്കലും നാം വിചാരിക്കരുത്. അങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ആൾ ഒരിക്കൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട്, ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് നാം നമ്മുടെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് സ്നേഹം ഒരാളിൽ നിന്ന് പ്രാപ്തമായില്ലെങ്കിൽ നാളെ അത് 10 മടങ്ങായിട്ട് തിരികെ പ്രാപ്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് സ്നേഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സ്നേഹം പലരോടും പല വസ്തുക്കളോടും നമുക്ക് തോന്നാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ആളിനോടാണ് സ്നേഹം, അല്ലെങ്കിൽ ഏത് വസ്തുവിനോടാണ് സ്നേഹം, എന്തിനോടാണ് സ്നേഹം, നിങ്ങളുടെ മനസ്സിലെ സ്നേഹം എന്താണെന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ വീഡിയോ. അപ്പോൾ ഞാൻ കൂടുതൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ.